അയ്യോ വണക്കം. തെരഞ്ഞെടുപ്പൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞല്ലോ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സംഘികൾ വിശ്വസിച്ചിരുന്ന ഞങ്ങളുടെ സ്വന്തം ഓൺലൈൻ ചാനലാണ്, ഞങ്ങളുടെ സ്വന്തം അണ്ണനാണ് എന്നൊക്കെ വിചാരിച്ചിരുന്ന പല മലനാടന്മാരും അടിച്ചണ്ണാക്കി തന്നല്ലോ. ഇതായപ്പം തൃപ്തിയായല്ലോ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടക്കം മലവും മൂത്രവും അടക്കം തിന്ന് ജീവിക്കുന്ന പല ഓൺലൈൻ ആങ്ങളമാരും ഞങ്ങളുടെ ആൾക്കാരാണ് എന്ന് പറഞ്ഞവന്മാരെല്ലാം തെരഞ്ഞെടുപ്പിനോട് അടുപ്പിച്ച് എന്തായി കോൺഗ്രസ് ആയി മാറുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. അങ്ങനെ തിരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് നല്ല ഭംഗിയായി കോൺഗ്രസിനെ അധികാരത്തിലേറ്റാനുള്ള പല കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. ഇനി എൻ്റെ ഒരു ടേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നേരിയ ഒരു എഡ്ജ് കോൺഗ്രസിനാണുള്ളത്, അല്ലെങ്കിൽ UDFിനാണുള്ളത് എന്നുള്ളതാണ്. അതായത് ലവന്മാർ ഭരണം പിടിക്കുമെന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ സംഖ്യകളൊക്കെ നശിച്ച് കേരളം എന്ന് പറയാൻ വരട്ടെ. അതായത് ഈ LDF എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇവിടെ ഈ LDFിൻ്റെ ബേസ് വോട്ട് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? അല്ലെ നിങ്ങൾ പറ. 1 ഈഴവ കമ്മ്യൂണിറ്റി, 2 SC കമ്മ്യൂണിറ്റി, 3 ST കമ്മ്യൂണിറ്റി. അങ്ങനെ ഒരു ഹ്യൂജ് മാർജിനിലുള്ള ബേസ് വോട്ടുകൾ LDFിൻ്റെ ഭാഗത്താണ് ഇരിക്കുന്നത്. ഇനി UDFിൻ്റെ വോട്ടുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. UDFിൻ്റെ ബേസ് വോട്ടുകൾ എന്ന് പറയുന്നത് 1 നല്ല നായർ കമ്മ്യൂണിറ്റി, ഈ നല്ല മുഴുത്ത് കിടക്കണ നായർ കമ്മ്യൂണിറ്റി 1, 2 ക്രിസ്ത്യൻ വോട്ടുകൾ, 3 മുസ്ലിം വോട്ടുകൾ. അങ്ങനെ ഈ വോട്ടുകളെല്ലാം കൂടി അവിടെ ചേരുമ്പോൾ ഒരു 50% വോട്ട് അപ്പം തന്നെ UDFിനായി. ഇനി ഞാനൊരു കാര്യം ചോദിക്കാം. കേരളത്തിൽ UDF എന്ന് പറയുന്ന പാർട്ടി ക്ഷയിച്ചു കഴിഞ്ഞാൽ ഈ നായർ വോട്ടുകൾ നേരെ BJPയിലേക്ക് വരും എന്നുള്ളത് ചില ആൾക്കാർ കണക്ക് കൂട്ടുന്നു. പക്ഷേ ഈ ക്രിസ്ത്യൻ വോട്ടുകളും മുസ്ലിം വോട്ടുകളും, ഈ ക്രിസ്ത്യൻ വോട്ടുകൾ തെറ്റിയും തെറിച്ചുമൊക്കെ ചിലപ്പോൾ പലതൊക്കെ BJPയിൽ അവിടെ ഇവിടെയൊക്കെ ഉൽക്കവലയൊക്കെ വീണേക്കാം. പക്ഷേ മുഴുവനായിട്ട് വരുമെന്ന് വിചാരിക്കരുത്. പിന്നെ മുസ്ലിം വോട്ടുകൾ അത് ജന്മം ചെയ്താൽ വരില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ഈ UDF ക്ഷയിച്ചു കഴിഞ്ഞാൽ അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോഴും LDF സ്ട്രോങ് ആയിട്ട് തന്നെ അവിടെ നിൽക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ചില ആൾക്കാർ പറയും ഇല്ല LDF സ്ട്രോങ് ആയിട്ട് നിൽക്കില്ല, അവർ ഭരിച്ച് മുടിക്കുമ്പോൾ ജനങ്ങൾ BJPക്ക് വോട്ട് ചെയ്യും, ജനങ്ങൾ ഉണ്ടയും എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. എന്തായിരുന്നാലും മുസ്ലിം കമ്മ്യൂണിറ്റിയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും ശക്തമായ UDF ക്ഷയിച്ചു പോയി കഴിഞ്ഞാൽ ഈ 2 കമ്മ്യൂണിറ്റികളും LDFിലോട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന വഴി LDF ശക്തിപ്പെടും എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. നിലവിലെ പൊളിറ്റിക്കൽ സെനാരിയോ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതിനെക്കാട്ടിലും ബെറ്റർ UDF അധികാരത്തിൽ വരുന്നതാണ്. UDF അധികാരത്തിൽ വരട്ടെ. ഇപ്പോൾ ഇവിടെയുള്ള ഹിന്ദുത്വവാദികൾക്ക് ശക്തിയുണ്ട്. അവരെന്തെങ്കിലും കനംതിരിവ് കാണിക്കുന്നെങ്കിൽ ഇപ്പോൾ കാണിക്കട്ടെന്ന്, അതായത് ഇപ്പോൾ അടിക്കുന്നെങ്കിൽ ഇപ്പോൾ അടിക്കണം. അതാണ് സെറ്റപ്പ് എന്ന് പറയുന്നത്. കുറേ കഴിഞ്ഞാലും, അതായത് ഈ LDF ഭരിച്ച് മുന്നോട്ട് പോയാലും ഇപ്പുറത്ത് ഈ സാധനം ഉണ്ടല്ലോ അത് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കും. അങ്ങനെ LDF ഭരിച്ച് പോകുമ്പം സ്വാഭാവികമായിട്ടും ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ഹിന്ദു വോട്ടുകളുടെ ആ ഒരു ബലം ഉണ്ടല്ലോ അതങ്ങ് ക്ഷയിക്കും. അപ്പോൾ അടിയുടെ ആ ഒരു വെയിറ്റ് കൂടും. അതിനെക്കാട്ടിലും അടിക്കുന്നെങ്കിൽ ഇപ്പോൾ അടിക്കട്ടെ എന്നുള്ളതാണ് പല നിരീക്ഷകരുടെയും ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. നമുക്ക് അങ്ങോട്ട് വിടാം. നമ്മൾ BJP ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. BJP ഇത്തവണ എത്ര സീറ്റ് നേടുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പല ഓൺലൈൻ സംഖ്യകളും പറയുന്നത് BJP ഇത്തവണ ഒരു 50 to 60 സീറ്റ് വരെ BJP നേടും, 70 സീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഭരിക്കുകയല്ലേ എന്നൊക്കെയാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വസ്തുനിഷ്ഠമായിട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് തന്നിട്ടുണ്ട്. ആദ്യം തന്നെ പറയാം, ജയിക്കും പിടിക്കുമെന്നൊന്നും അല്ല പറയുന്നത്. ജയിക്കണമെങ്കിൽ അതൊക്കെ അവരുടെ കയ്യിലിരിപ്പും പ്രവർത്തനത്തിൻ്റെ ഫലമൊക്കെ കൊണ്ടിരിക്കണം. കംഫർട്ടബിളി BJPക്ക് ഈസി ആയിട്ട്, അതായത് ഈ കേക്ക് വാക്ക് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നടന്ന് കയറാൻ പറ്റുന്ന 6 മണ്ഡലങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ആ 6 മണ്ഡലങ്ങളിൽ പ്രഥമ സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ അലങ്കരിക്കുന്ന നേമം മണ്ഡലം തന്നെയാണ്. നേമം മണ്ഡലത്തിലോട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പൂജപ്പുര ക്ലിയർ ലീഡ്, കാലടി ക്ലിയർ ലീഡ്, മേലാങ്കോട് ക്ലിയർ ലീഡ്, പിന്നെ പാപ്പനംകോട് ക്ലിയർ ലീഡ്, കരമന ക്ലിയർ ലീഡ്. ഇവിടെ എല്ലാം ക്ലിയർ ലീഡാണ്. ഏത് തട്ടിലിട്ട് തൂക്കി നോക്കിയാലും നിയമം കയറി വരേണ്ടതാണ്. പിന്നെ ഇത്തവണ ഈ ശിവൻകുട്ടി പല ആൾക്കാരെയും തോപ്പിക്കാനായിട്ട് പലതും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് CPI ഒക്കെ തിരിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ട്. അവൻ ജയിക്കരുതവൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പഴഞ്ചിറയിലെ നമ്മുടെ ഈ അമ്പലത്തറയിലെ മുൻ കൗൺസിലറായിട്ടുള്ള സുലോചനൻ്റെ വോയിസ് ക്ലിപ്പൊക്കെ പുറത്തു വന്നത് വലിയ കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള അടി ഒഴുക്കൊക്കെ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ടെന്നാണ് പല ആൾക്കാരും പറയുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏത് തട്ടിലിട്ട് നോക്കിയാലും രാജീവ് ചന്ദ്രശേഖർജി ജയിക്കേണ്ടതാണ്. ജയിച്ചില്ലെങ്കിൽ BJPയുടെ കാര്യം ഗോവിന്ദ എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായിരുന്നാലും കഴിഞ്ഞ തവണ, അതായത് 2011 കണക്കൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ രാജഗോപാൽ ഈ മണ്ഡലത്തിൽ തോറ്റത് പ്രധാനപ്പെട്ട കാരണം ഇപ്പം നെടുങ്കാട്, പൂങ്കുളം എന്നിങ്ങനെയുള്ള വാർഡുകളൊക്കെ ഉണ്ട്. ഈ പൂങ്കുളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാല് കുത്താൻ കഴിയില്ല BJPക്കാർക്ക്. BJPയുടെ ഒരു കൊടി അവിടെ പൊങ്ങിക്കഴിഞ്ഞാൽ പ്രവർത്തകർ അടിയും കൊണ്ട് ഓടും.
അങ്ങനത്തെ സെറ്റപ്പിലുള്ള വാർഡൊക്കെ ഇപ്പോൾ BJP കോട്ടകളാണ്. അപ്പോൾ ഏത് തട്ടിലിട്ട് നോക്കിയാലും നിയമം ജയിക്കേണ്ടതാണ്. അപ്പം നമ്പർ 1 നിയമമാണ്. നമ്പർ 2 എന്ന് പറയുന്നത് കഴക്കൂട്ടമാണ്. കഴക്കൂട്ടത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ വി മുരളീധരനാണ് നിൽക്കുന്നത്. വി മുരളീധരൻ കുറേ കാലമായിട്ട് അവിടെ നിന്ന് കുറേ നാളായിട്ട് പയറ്റുന്നുണ്ട്. പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ, ഈ കടസൂനെ പറ്റി പറയുകയാണെങ്കിൽ ഇത്തവണ ഒരുപാട് അഴിമതി ആരോപണങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ശബരിമല അയ്യപ്പൻ്റെ സ്വർണ്ണമൊക്കെ നല്ലപോലെ അടിച്ചു മാറ്റി അങ്ങനെയുള്ള ആരോപണമൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹിന്ദു വോട്ടുകളുടെ ഒരു ഹ്യൂജ് ഷിഫ്റ്റ് BJPയിലേക്ക് വരുമെന്ന് BJP കണക്ക് കൂട്ടിയാൽ അത് തെറ്റ് പറയാനായിട്ട് സാധിക്കില്ല. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, അതുകൊണ്ട് തന്നെ ഈ വി മുരളീധരൻ അവിടെ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട് കഴക്കൂട്ടത്ത്. ഈ പണിയെടുത്തിട്ടുള്ള വി മുരളീധരൻ അവിടെ ജയിക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് അവിടെ മത്സരമെന്ന് പറയുന്നത് BJP പ്ലസ് CPM ആണ്. ഞാൻ കോൺഗ്രസിൻ്റെ ഏതായാലും വേട്ടാവളയെ നിൽപ്പുണ്ട്. അപ്പോൾ BJP പ്ലസ് CPM എന്ന് പറയുന്ന ഒരു മത്സരം അവിടെ ഇങ്ങനെ അരങ്ങേറുമ്പോൾ, ഈ BJP പ്ലസ് CPM മത്സരം അരങ്ങേറുന്ന പ്രദേശത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ BJP കാടിളക്കി അങ്ങ് പ്രചരണം നടത്തും. കാടിളക്കി നമ്മൾ ജയിക്കാൻ പോകുന്നു, ഇപ്പോൾ കത്തിച്ചളയും കുത്തിക്കളയും വെട്ടിക്കളയും കാണിച്ചാലാ എന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തുമ്പോൾ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ സ്വാഭാവികമായിട്ടും പാനിക്കാവും. ഇവന്മാരെല്ലാം കൂടെ ഓടിച്ചെന്ന് ജയിക്കുന്ന സ്ഥാനാർത്ഥി ആര്, LDF UDF ആരെങ്കിലും ആയിക്കോട്ടെ കുത്തിക്കയറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുത്തിക്കയറ്റി കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു പ്രചരണവും കാടിളക്കി ഒരു സ്ഥലത്തും നടന്നിട്ടില്ല. മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ നൈസായിട്ട് പ്രചരണം ഇങ്ങനെ നയിച്ച് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. സുരേന്ദ്രനെ കുറിച്ച് ഒരു വാർത്ത എവിടെയെങ്കിലും വരുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചോ? വാർത്ത മൊത്തം മറ്റേ ലവം ഉണ്ടല്ലോ, എന്നിട്ട് ബിഗ് ബോസിൽ കൂടെ കയറി ബിഗ് ബോസ് കണ്ടിട്ടുള്ള ആർക്കായിരുന്നാലും എനിക്ക് വോട്ട് ചെയ്യാൻ തോന്നും കേട്ടോ. പിന്നെ സ്ത്രീകളുടെ പ്രസവം, പണ്ടൊക്കെ സ്ത്രീകളായിരുന്നെങ്കിൽ ഇങ്ങനെ ബ്ലിക്ക് എന്ന് പറഞ്ഞ് പ്രസവിച്ചിട്ടിട്ട് നേരെ ഒലക്കെടുത്ത് ഇടിക്കാൻ പോവും, പാറമടയിൽ പണിക്ക് പോവും, കുളത്തി ഇറങ്ങി നീന്താൻ പോവും, ചൂണ്ടയിടാൻ പോകും എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള ആൾക്കാരെ ചുറ്റിപ്പറ്റി ഇങ്ങനെയുള്ള മണ്ടന്മാരെയൊക്കെ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ടിട്ട് ഈ ശ്രദ്ധ മൊത്തം അങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ഇവിടെയുള്ള പ്രചരണമൊന്നും കാടിളക്കാതെ നൈസായിട്ടുള്ള പ്രചരണമായിരുന്നു. അപ്പോൾ അതുപോലൊരു സംഭവമായിരുന്നു കഴക്കൂട്ടത്ത് നടന്നതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ കടകംപള്ളി സുരേന്ദ്രന് എങ്ങനെ പോയാലും, അതായത് കടകംപള്ളി സുരേന്ദ്രൻ വിളിച്ചുണർത്തിയിട്ട് നട്ടുച്ചയ്ക്ക് വിളിച്ചുണർത്തിയിട്ട് ഇത് പാദയാത്രയാണെന്ന് പറയടാന്ന് പറഞ്ഞാൽ പാദയാത്രയാണ് എന്ന് പറയുന്ന 35,000 പേര് അവിടെ ഉണ്ട്. അതായത് CPMൻ്റെ 35,000 ബേസ് വോട്ട് അവിടെയുണ്ട്. ആ 35,000 ബേസ് വോട്ടിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ UDF ക്ഷയിച്ചു കഴിഞ്ഞാൽ, അതായത് കഴക്കൂട്ടത്ത് UDFൻ്റെ പ്രതീതിയില്ല, ഇല്ലാതായി കഴിഞ്ഞാൽ ഈ ന്യൂനപക്ഷ വോട്ടുകൾ അങ്ങോട്ടേക്ക് കടകംപള്ളിയുടെ ഭാഗത്തേക്ക് ഷിഫ്റ്റ് ആയി കഴിഞ്ഞാൽ കടകംപള്ളി പുട്ടുപോലെ ജയിച്ചു പോകും. പക്ഷേ വി മുരളീധരൻ അവിടെ പണിയെടുത്തിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. അപ്പം മണ്ഡലം 2. ഇനി മൂന്നാമത്തെ മണ്ഡലം എന്ന് പറഞ്ഞ ഒരു ഗംഭീര മണ്ഡലമാണ് ചാത്തന്നൂർ എന്ന് പറയുന്ന മണ്ഡലം. ചാത്തന്നൂർ നമുക്കറിയാം, അങ്ങനെ വലിയ ഓളമൊന്നും ഉണ്ടാക്കാത്ത, അങ്ങനെ ലൈം ലൈറ്റിലോട്ട് കയറി വരാത്ത മണ്ഡലമാണ്. ചാത്തന്നൂർ കഴിഞ്ഞ 2 തവണയായിട്ട് BJP 2ാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലമാണ്. BJP 2ാം സ്ഥാനത്ത് അവിടെ നിൽക്കുമ്പോൾ അവിടെ നമ്മുടെ BB ഗോപകുമാർ അണ്ണനാണ് അവിടെ നിന്ന് 2ാം സ്ഥാനം കൈയടക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ 2ാം സ്ഥാനത്ത് BB ഗോപകുമാർ അണ്ണൻ അവിടെ 2 തവണ നിന്നപ്പോഴും ഈ BJPയുടെ മുഖം എന്നുള്ളതിലുപരി ഈ ചാത്തന്നൂർ പോയവർക്കും ചാത്തന്നൂരെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചവർക്കും അവരുമായിട്ട് സംസർഗം പുലർത്തുന്ന ആൾക്കാർക്കും ഞാൻ അവരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു BJP പ്രവർത്തകൻ എന്നതിലുപരി ഒരു SNDPയുടെ മുഖമാണ് BB ഗോപകുമാർ അണ്ണൻ. BB ഗോപകുമാർ അണ്ണൻ അവിടെ ഒരു SNDPയുടെ മുഖമായതുകൊണ്ട് SNDP വോട്ടുകളെല്ലാം തന്നെ പിടുങ്ങിയെടുക്കാനായിട്ട് നമ്മുടെ അണ്ണന് സാധിക്കും. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എന്നിട്ടും അണ്ണൻ ജയിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, അവിടെ നായർ കമ്മ്യൂണിറ്റി ഭയങ്കര സ്ട്രോങ് ആണ്. ഈ നായർ കമ്മ്യൂണിറ്റിയുടെ വോട്ടെല്ലാം കൂടെ അവന്മാർ വളർത്തിയെടുത്തുകൊണ്ട് മറ്റവന്മാർക്ക് കൊടുക്കും. അതുകൊണ്ടാണ് മറ്റവന്മാർ ജയിച്ച് അവിടെ പോകുന്നത്. പക്ഷേ ഇത്തവണ അങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ 3 കാൻഡിഡേറ്റ്സ് ഉണ്ട്. BB ഗോപകുമാറുണ്ട്, CPയുടെ R രാജേന്ദ്രനുണ്ട്, INCയുടെ സൂരജ് രവിയുണ്ട്. ഈ 3 പേരും ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ നായേഴ്സിൻ്റെ വോട്ട് ഇത്തവണ BJPയിലേക്ക് വരുമെന്നുള്ളതാണ്, ശബരിമല മറക്കരുത്. അപ്പോൾ അങ്ങനെയുള്ളതാണ് ഒരു കണക്ക് കൂട്ടത്, കാൽക്കുലേഷൻസ് ആണ്. അപ്പോൾ അങ്ങനെ വരുമെന്നുള്ളത്. അതുകൊണ്ട് ചാത്തന്നൂർ ഒരു ഈസി വാക്ക് ഓവർ ആണെന്നാണ് പല ആൾക്കാരും പറയുന്നത്. എന്തായിരുന്നാലും അട്ടിമറിയൊന്നും നടന്നിട്ടില്ലെങ്കിൽ ചാത്തന്നൂർ അട്ടിമറി ജയമല്ല, സ്വാഭാവികമായിട്ടുള്ള ജയമാണ് ചാത്തന്നൂർ വരാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് നമ്മുടെ മണ്ഡലം മഞ്ചേശ്വരത്ത് എപ്പോഴും സുരേന്ദ്രൻ കാടിളക്കിയാണ് പ്രചരണം നടത്തുന്നത്. കഴിഞ്ഞ തവണ കോന്നിയിലൊരു ഹെലികോപ്റ്റർ, റാന്നിയിലൊരു ഹെലികോപ്റ്റർ, മഞ്ചേശ്വരത്തൊരു ഹെലികോപ്റ്റർ, പടപടപടപടാന്ന് കാസർഗോഡിൻ്റെ മണ്ടേ കൂടെ പറന്നു പോകുന്നു. ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ അവിടെയുള്ള മുസ്ലിംസ് എല്ലാം കൂടെ പേടിച്ച് നേരെ കൊണ്ടു വോട്ട് ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് കുത്തി. എന്നിട്ട് 864 വോട്ടിനാണ് സുരേന്ദ്രൻ തോറ്റത് അവിടെ. ഇനി മഞ്ചേശ്വരത്തെ സെനാറിയോ ഞാൻ പറഞ്ഞു തരാം. മഞ്ചേശ്വരത്തെ സെനാറിയോ എന്ന് പറഞ്ഞാൽ അവിടെ 94,000 ഹിന്ദു വോട്ടുകളുണ്ട്. പക്ഷേ 126K, അതായത് 126,000 ന്യൂനപക്ഷ വോട്ടുകളുണ്ട്. അതാണ് ഈ മീഡിയ വണ്ണിലെ തുടാപ്പികളുണ്ടല്ലോ, നമ്മുടെ ജിമ്മി ലെമനുണ്ടല്ലോ, ജിമ്മി. അപ്പോൾ ജിമ്മി ഒക്കെ ഈ
ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ചയിലൊക്കെ ഇരുന്ന് പറയുന്നത് ഈ 126 ഈ ന്യൂനപക്ഷ വോട്ടുകളുള്ള ഈ സുരേന്ദ്രൻ എന്തിനും വന്ന് മത്സരിക്കുന്നത്, ഇവന് കിട്ടിയ ജയിക്കൂല. അവന്മാർ മതം പറഞ്ഞ ആ സെറ്റപ്പിൽ അവന്മാർ കളിക്കുകയാണ് ആ സമയത്ത്. എന്നിട്ട് അവന്മാർ ആരെങ്കിലും മതം പറഞ്ഞാൽ അവന്മാർ മൂക്കത്ത് വിരൽ വെച്ചിട്ട് പറയും ഫാസിസം, നാസിസം, മുസോണിസം എന്ന് പറയും പലാവലാദികൾ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ സുരേന്ദ്രൻ എന്ന് പറയുന്ന കക്ഷിക്ക് അവിടെ മൃഗീയമായ രീതിയിൽ വോട്ട് പിടിക്കണം. മൃഗീയമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒരു 95% ഹിന്ദു വോട്ട്, 90% പിടിച്ച പോലെ 95% ഹിന്ദു വോട്ടുകൾ ചുരണ്ടിയെടുത്താൽ മാത്രമേ സുരേന്ദ്രന് ജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ 94K അല്ലെങ്കിൽ 91K ഹിന്ദു വോട്ടുകൾ ഉള്ളതിൽ നിന്ന് 95% ഹിന്ദു വോട്ടുകൾ സുരേന്ദ്രൻ കൈക്കലാക്കിയാൽ സുരേന്ദ്രൻ അവിടെ ജയിക്കാനായിട്ട് സാധിക്കും. പക്ഷേ അവിടെ വേറൊരു സിനാരിയോ ഉണ്ട്. ഈ മംഗലാപുരത്ത് നിന്നും അവിടെ കുടിയേറുന്ന മുസ്ലിംസ് ഉണ്ട്. പിന്നെ ഇവിടെ നിന്നും കുറേ പേര് മൈഗ്രേറ്റ് ചെയ്ത് ഹിന്ദുസ് മംഗലാപുരത്തും പോയി അവിടെ അവരുടെ വോട്ട് ചേർക്കുന്നുണ്ട്. ഇത് വലിയൊരു വെല്ലുവിളിയാണ്. അപ്പോൾ അതും കണക്കിലെടുത്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വിലയിരുത്തുന്നതെന്ന് പറയുന്നത്. അപ്പം മഞ്ചേശ്വരമാണ് 3ാം സ്ഥാനത്തെന്ന് പറയുന്നത്. 4ാം സ്ഥാനത്ത് ആസ് യൂഷ്വൽ പാലക്കാടാണ്. പാലക്കാട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ഗർഭം കലക്കിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോൾ അതിൻ്റെ താഴെ കോൺഗ്രസ്സുകാർ പോയി തേങ്ങുന്നു, ജി തിരിച്ചു വരൂ, ജി രാഹുൽ ജി തിരികെ വരൂ, അങ്ങേ കോൺഗ്രസിന് ആവശ്യമുണ്ട്, എന്താടാ ഇനി വല്ല ഗർഭവും കലക്കാനുണ്ടാ എന്നാണ് എൻ്റെ മനസ്സിൽ വന്ന കമൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് രാഹുൽ ജി തിരിച്ചു വന്ന് ഇനി ഗർഭം കലക്കാൻ വല്ല ഉണ്ടാകും. അപ്പോൾ ആ രാഹുൽ ജിയുടെ കനിവ് കൊണ്ട് തന്നെ അവിടെ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ജയിക്കാനുള്ളൊരു സാധ്യത വളരെ വലിയ രീതിയിലുണ്ട്. വളരെ വലിയ രീതിയിലെന്ന് പറഞ്ഞാൽ ജയത്തിൻ്റെ മുനമ്പിൽ നിൽക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ബാക്കിയെല്ലാം പ്രവർത്തനം പോലെ ഇരിക്കും. അതാണല്ലോ, അതായത് പ്രവർത്തനം പോലെ ഇരിക്കും. പ്രവർത്തനമാണ് എല്ലാം എന്ന് പറയാം. പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന രമേശ് പിഷാരടിയാണ്. ആളൊരു മാന്യനാണ്, നല്ലൊരു വ്യക്തിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് രമേശ് പിഷാരടി എന്ന് പറയുന്നത്. പൊളിറ്റിക്സിൽ ഇറങ്ങുമ്പോൾ അറിയാമല്ലോ, സ്വാഭാവികമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട മനുഷ്യനാണെന്നും പറഞ്ഞ കാര്യമില്ല. പുള്ളിയുടെ രക്തം, കഫം, മലം, മൂത്രം ഇതുവരെ നമ്മൾ പരിശോധിക്കുമെന്ന് പറയുന്നത്. എന്തായിരുന്നാലും ആ സമയത്ത് സംഘികൾ രമേശ് പിഷാരടി പീഡനം.com എന്നൊക്കെ അടിച്ചു നോക്കി ഒന്നും കിട്ടിയില്ല. എന്തായിരുന്നാലും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ രമേശ് പിഷാരടി അവിടെ നിന്ന് മത്സരിക്കുമ്പോൾ രമേശ് പിഷാരടിയും വോട്ട് കളക്ട് ചെയ്യും. രമേശ് പിഷാരടി ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിന്നെ CPM ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് അവിടെ CPM ആണല്ലോ മൂന്നാമത് നിൽക്കുന്നത്. ഈ CPM രമേശ് പിഷാരടിക്ക് വോട്ട് ചെയ്ത് രമേശ് പിഷാരടി അവിടെ ജയിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ശോഭാ സുരേന്ദ്രൻ ജയിക്കുന്നതാണ്. CPM എന്തായാലും അവിടെ ജയിക്കില്ല. ശോഭാ സുരേന്ദ്രൻ അവിടെ ജയിച്ചു കഴിഞ്ഞാൽ NDAക്ക് ഒരു കൂടും. പക്ഷേ രമേശ് പിഷാരടി ജയിച്ചു കഴിഞ്ഞാൽ CPM വെല്ലുവിളിയാണ്. കാരണം കോൺഗ്രസിനൊരു സീറ്റ് കൂടും. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ യവന്മാർ അധികാരത്തിൽ കയറാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വേണമെങ്കിൽ അവർക്ക് ക്രോസ് വോട്ട് ചെയ്ത് ശോഭാ സുരേന്ദ്രനെ ജയിപ്പിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ അവിടെ സംഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതാണ് 4ാമത്തെ മണ്ഡലം എന്ന് പറയുന്നത്. ഇനി 5ാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും കാസർഗോഡ്. നീ എവിടെ നിന്ന് വന്നടാ മരഭൂതമേ എന്നായിരിക്കും പല ആൾക്കാരും ആലോചിക്കുന്നത്. പക്ഷേ കാസർഗോഡ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മണ്ഡലമാണ്. കാസർഗോഡ് IUML ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് മത്സരിക്കുന്നത്. പക്ഷേ അവിടെ BJP കട്ടയ്ക്ക് സ്ട്രോങ് ആണ്. കഴിഞ്ഞ തവണ 2 തവണയും BJP 2ാം സ്ഥാനത്ത് വന്ന മണ്ഡലമാണ് കാസർഗോഡ് മണ്ഡലം എന്ന് പറയുന്നത്. ഈ കാസർഗോഡിനെ സംബന്ധിച്ച് പറയുകയാണ്, ഇത്തവണ അവിടെ നിൽക്കുന്നത് കളത്ര മാഹീൻ ഹാജിയാണ്. BJPയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ML അശ്വിനിയാണ്. 2021 12,901 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് BJP 2ാം സ്ഥാനത്ത് പോയത്. ഇനി 2016 വെറും 8,607 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ. അന്ന് എനിക്ക് തോന്നുന്നു രവീഷ തന്ത്രി കുണ്ടാറായിരുന്നു അവിടെ നിന്നിരുന്നത്. അങ്ങനെ കുണ്ടാർ 2ാം സ്ഥാനത്ത് പോയത് ഇത്രയും വോട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇത്തവണ അശ്വിനിയാണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് കാസർഗോഡ് ജയിക്കാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ് എന്നുള്ളതാണ്. ഒന്ന് പിടിച്ചാൽ പോലെ, അതായത് കംഫർട്ടബിളായിട്ട് ജയിച്ചു പോകാവുന്ന സീറ്റുകളാണ് ഞാൻ ഈ പറയുന്നത്. ഇതൊക്കെ വേണമെങ്കിൽ ജയിക്കാം, പുഷ്പം പോലെ ജയിക്കാവുന്നതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എല്ലാവരും തിരുവനന്തപുരം നേമത്തൊക്കെയാണ് ചാണകസംഖ്യകൾ കൂടുതലുള്ളതെന്ന് പറയുന്നത്. പക്ഷേ അല്ല, നിങ്ങൾ കാസർഗോഡ് വിട്ടുപോയി. കാസർഗോഡുകൾ നിറച്ച് ചാണകസംഖ്യകളാണ്. അതായത് മുസ്ലിം ലീഗിന് എവിടെ ശക്തി കൂടുന്നുവോ അവിടെ എല്ലാ സംഖ്യകൾ ഇങ്ങനെ കൂടി വരികയാണ്. കാരണം അവരെല്ലാം ഒന്നിക്കും. ഇതിൻ്റെ ഒരു തിക്തഫലം മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് ഇവരെല്ലാം അങ്ങ് കയറി അങ്ങ് ഒന്നിക്കും. ഹിന്ദു ഏകീകരണം ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കാസർഗോഡാണ് 5ാം സ്ഥാനത്തെന്ന് പറയുന്നത്. പിന്നെ 6ാം സ്ഥാനത്ത് പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് നാട്ടികയാണ്. നാട്ടിക തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ നാട്ടിക എന്ന് പറയുന്നത് നാട്ടിക ജയിക്കാവുന്ന ഒരു സീറ്റാണെന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. അവിടെ CC മുകുന്ദനാണ് നിൽക്കുന്നത്. അറിയാമല്ലോ, കഴിഞ്ഞ തവണ CC മുകുന്ദനാണ് MLA ആയിട്ട് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ അന്ന് അദ്ദേഹം വേറെ പാർട്ടിയായിരുന്നു. ഇന്ന് അദ്ദേഹം BJP ആണ്. അതുകൊണ്ട് അവിടെ ജയിക്കാവുന്ന ഒരു മണ്ഡലമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇതിന് പുറമെ അട്ടിമറി ജയം എനിക്ക് തോന്നുന്നത് വേണമെങ്കിൽ തിരുവല്ലയിൽ അനൂപ് ആൻ്റണി കട്ടയ്ക്ക് പണിയെടുത്തിട്ടുണ്ട്. അവിടെ അനൂപ് ആൻ്റണി ജയിക്കാനുള്ളൊരു സാധ്യത നമുക്ക് കാണുന്നുണ്ട്. വിദൂര സാധ്യതയാണ്. നടക്കുമെന്നറിയില്ല. നടന്നാൽ നമുക്ക് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാം. അത് മാത്രമേ ഉള്ളൂ. അതൊന്ന്. 2ാമത്തെ കാര്യം എന്ന് പറയുന്നത് പിന്നെ ഈ മണലൂര്, നമ്മുടെ KK അനീഷ് കുമാർ നിൽക്കുന്ന മണലൂര് ജയിക്കുമെന്ന് പല ആൾക്കാരും തള്ളുന്നുണ്ട്. പക്ഷേ ജയിക്കില്ല. അവിടെ C രവീന്ദ്രനാഥ് ഭയങ്കര സ്ട്രോങ് ആണ്. KK അനീഷ് കുമാർ അവിടെ ജയിക്കാനുള്ള സാധ്യത കുറവാണ്. ജയിച്ചാൽ അട്ടിമറി, ഞാൻ പറഞ്ഞ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുക, അത് മാത്രമേ നടക്കൂ. ആറ്റിങ്ങിൽ ചിലപ്പോൾ ജയിക്കാൻ
സാധ്യതയുണ്ട്. കാരണം OSMBക്ക് നല്ല ചീത്തപ്പേരാണ് ആറ്റിങ്ങൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ തൃശ്ശൂർ അത് നമുക്ക് കണ്ടറിയാം. പത്മജ വേണുഗോപാൽ ജയിക്കണമെന്ന് എനിക്ക് പേഴ്സണലി നല്ല ആഗ്രഹമുണ്ട്. കാരണം അവരുടെ ഒരു കഥ നമുക്കറിയാമല്ലോ. അതായത് പ്രിയങ്ക ഗാന്ധിയുടെ കൂടെ കയറാൻ യവന്മാർക്ക് 2 കോടി കൊടുക്കണമെന്ന് പറഞ്ഞ് ആ സ്ത്രീയാണെന്ന് നരേന്ദ്രമോദിയുടെയും സുരേഷ് ഗോപിയുടെയും ചേർന്ന് നിന്ന്, അതായത് ഇന്ത്യ കണ്ട ഏറ്റവും ശക്തനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചേർന്ന് നിന്ന് അവിടെ റോഡ് ഷോ നടത്തിയത്. ജയിച്ച പൊളിയായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെയാണ് മണ്ഡലങ്ങളെന്ന് പറയുന്നത്. പിന്നെ ആറന്മുളയൊക്കെ ഉണ്ട്. ആറന്മുളയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുമ്മനം രാജശേഖരൻ അണ്ണനൊക്കെ നിൽക്കുന്ന മണ്ഡലങ്ങളാണ്. അവിടെയൊക്കെ ജയസാധ്യത വളരെ കുറവാണ്. പ്രധാനപ്പെട്ട പറയുകയാണെങ്കിൽ പിന്നെ വട്ടിയൂർക്കാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തോക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ തിരുവനന്തപുരം സെൻട്രൽ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഈ വട്ടിയൂർക്കാവും ഈ ട്രിവാൻഡ്രം സെൻട്രലൊക്കെ ഈസി ആയിട്ട് ജയിച്ച് പോകാവുന്ന മണ്ഡലങ്ങളാണെന്നേ ഉള്ളൂ. പക്ഷേ അത് എത്രത്തോളം പ്രവർത്തകർ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ 16 അംഗ ഈ സീറ്റ് നിർണ്ണയ കമ്മിറ്റി ആയിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. അവർ വന്ന ശേഷമാണ് ഈ സ്ഥാനാർത്ഥികളെയൊക്കെ നിർണ്ണയിച്ച് പ്രവർത്തനം തുടങ്ങി ട്രാക്കിൽ കയറിയത് എന്നൊക്കെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുവരെ ഇങ്ങനെ അഴഞ്ഞു കുഴഞ്ഞ് കിടക്കുകയല്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ജയിച്ചു പോകാം. ഇല്ലെങ്കിൽ നമ്മളെ ഡവറയോളി എണ്ണം പറയുന്നത് പോലെ തൊലിഞ്ഞു കുത്തിയിരിക്കുക. ശരി.